Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. വളരെ കുറച്ച് പേരേ ഉള്ളൂ, ആരും കാണുന്നില്ല. കുറച്ച് പേരോട് വരട്ടെ കേട്ടാ. ഓക്കെ. Okay. Good afternoon. Prayer. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Prayer. ഓക്കെ, ഞാൻ തന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ,
എൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും നിത്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Next. Good afternoon, all. I am Chilu Xavier. Today thought, every day is new beginning. Take a deep breath and start again. Thank you. Have a nice day. Okay. Good afternoon, Miss. Welcome to our section. Hi, friends. Welcome. വെൽക്കം. ഒരു ആക്ഷൻ സോങ് കാണിക്കാൻ പോകുന്നേ. I love the mountains. I love to rolling hills. I love the mountains. I love to rolling hills. I love the flowers. I love the daffodils. I love the flowers. I love the daffodils. I like the fireside when the light is low. I like the fireside when the light is low. Bundi lala, bundi lala, bundi lala, bundi la, bundi lala, bundi lala, bundi lala la. I like the mountains. I like the rolling hills. I love the flowers. I like the daffodils. I love the fireside when the light is low. Bundi lala, bundi lala, bundi lala, bundi lala, bundi lala, bundi lala, bundi lala la. Thank you. Very good. Thank you, Miss. And the Bondi Lala. What's mean by this? Divya. ഇംഗ്ലീഷിൽ നമ്മള് ലാലല എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സ്ലാങ്ങിൽ പറയുന്നതാ. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ടീച്ചർക്കോ എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. സ്ട്രെങ്ത് കൂടുതലുണ്ടോ? 40 പേര് വരയ്ക്കത്. നിങ്ങൾ ആരെങ്കിലും ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നോ? ഹലോ. കുറെ പേരൊക്കെ പോയിട്ടില്ല, കുറെ പേര് പോയിട്ടുണ്ട്. പോയി തിരിച്ചു വന്നവരുണ്ടോ ഈ കൂട്ടത്തില്? Yes, Miss. ആരത്? Miss Adiba. അദീപ. അദീപ ഈ ക്ലാസ്സിലുള്ളതാണോ? അതെ മിസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സ്കൂൾ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു മാസം പോയത്. കുറച്ചുകൂടെ ഉറക്കെ പറയൂ കേട്ടോ. മിസ് ഞാൻ ഒരു മാസത്തേക്കായിരുന്നു പോയത്.
അപ്പോ അവിടെ ഇന്നലെ അവിടെയാണെങ്കിൽ ഇപ്പൊ ആനുവൽ ഡേ ഒക്കെ ആയിരുന്നു. ആനുവൽ ഡേ ആയിരുന്നു, പിന്നെ 10th സോഷ്യൽ ആയിരുന്നു. അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഏത് സ്കൂളായിരുന്നു? അല്ലസർ പബ്ലിക് സ്കൂള്. ഓക്കെ. അപ്പൊ അവിടെ പറഞ്ഞാൽ ഗാർഡനിലാണ് ഞാൻ പോയത്. അപ്പൊ അവിടെ പോയപ്പോ LKG 3 ക്ലാസ് ഉണ്ടായിരുന്നു, 3 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മളെ അവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെ കരുതി നല്ല രസമായിരുന്നു. അതുപോലെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും എന്താ ഒക്കെ തന്ന് നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനുവൽ ഡേക്ക് ആണെങ്കിലും അവരുടെ എന്താ മേക്കപ്പ് ചെയ്യാനും അവരുടെ ആ പ്രോഗ്രാമിന്റെ ഒപ്പം കൂടാനും പറ്റി. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ പഠിപ്പിച്ചപ്പോഴാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ രീതിയിൽ ഒരു സ്റ്റോറി പഠിപ്പിക്കാനോ അങ്ങനെയൊന്നും അവിടെ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു സിലബസ് ഉണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോം ലീഡ് എന്നും പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതിലൂടെയാണ് അപ്പൊ അതിന്റെ സിലബസ് അനുസരിച്ചായിരുന്നു അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയതായിട്ടൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ സിലബസ് തീർത്തിട്ടേ അടുത്തത് പറ്റുള്ളൂ. അപ്പൊ വേറെ പുതിയതായി പിന്നെ എങ്കിലും ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒരു ചെറിയ ആക്ഷൻ സോങ് ഒക്കെ വെച്ച് അങ്ങനെ ഇൻട്രൊഡക്ഷൻ നടത്തിയത്. പിന്നീട് അവരുടെ സിലബസ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കുട്ടികളെങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളൊക്കെ ആണെങ്കിലും നല്ല കുട്ടികളായിരുന്നു. പിന്നെ വരാൻ നേരത്തെ എല്ലാരും പറഞ്ഞു മിസ് പോവണ്ട, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല മിസ്സാ അതൊക്കെ പറഞ്ഞ് കുറെ കാർഡൊക്കെ ഉണ്ടാക്കി തന്നു. എന്താ മിസ്സേ? ഏത് ക്ലാസ് ആയിരുന്നു? LKG UKG. ഓക്കെ. വേറെ ക്ലാസ്സുകളൊന്നും എടുക്കാനായിട്ട് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, വേറെ ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ല. LKG UKG പറഞ്ഞോളൂ. പിന്നെ ഇടയ്ക്ക് ഡേ കെയറിലൊരു അവിടുത്തെ മിസ് ആബ്സെന്റ് ആയപ്പോ ഒരു ദിവസം അവിടെ ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യേണ്ട വന്നു. അപ്പൊ ഡേ കെയർ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ അവിടെ ഡേ കെയറിൽ മിസ് ഇല്ലാതെ വന്നപ്പോ അവിടുത്തെ എന്താ ആന്റി വന്നിട്ട് ചോദിച്ചു, മിസ് ഒന്ന് വരാവോ? അവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അത്രയും കേൾക്കുന്നില്ല. മിസ്സുമാരോടാവുമ്പോ ഒരു റെസ്പെക്ട് ഉണ്ട് പിള്ളേർക്ക്, നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി കേൾക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ദേഷ്യത്തിലൊന്നും പറഞ്ഞില്ല. എന്താ ആരാ ഉറങ്ങുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞല്ലോ, എന്താ ഉറങ്ങാത്തെ, എന്താ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചപ്പോ ചേച്ചി പറയുക, അത്രയും നേരം പുലി പോലെ ഇരുന്ന മക്കള് പൂച്ച പോലെ കിടന്നുറങ്ങി. ഞാൻ പ്രത്യേകിച്ച് ദേഷ്യമൊന്നും പെട്ടില്ല. പക്ഷെ ചേച്ചി പറയുന്ന ടീച്ചേഴ്സിനോട് അവർക്കൊരു പേടിയും ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും പോയി. അതുകൊണ്ട് ഡേ കെയറിൽ പോയി, LKG UKG പോയി, പിന്നെ സോഷ്യലിന് പോയി 10th പിള്ളേരുടെ. അങ്ങനെ മൊത്തത്തിൽ നല്ല സെറ്റ് ആയിരുന്നു. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പിന്നെന്താണ്, ഒരു മാസം കൊണ്ട് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റിയോ? ഒരു മാസം കഴിഞ്ഞ് അതിനോർത്ത് കുറച്ചും നാളും കൂടി ചെയ്യാമായിരുന്നു. കാരണം ഞാനും അതിനകത്ത് ഭയങ്കര മേർജ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ കുറച്ചും കൂടി നാളെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ക്ലാസ്സും ഓൺഗോയിങ് ആയതുകൊണ്ട് രണ്ടും കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലാതെ വന്നു. നമ്മുടെ ക്ലാസ്സും നന്നായിട്ട് പോകണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മാസത്തെ ഇന്റേൺഷിപ്പ് എടുത്തത്. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാലോ ചോദിക്കാം. അപ്പൊ ബാക്കി വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റേത് കഴിഞ്ഞു മിസ്സേ, ഞാനും വന്നു, ഇന്റേൺഷിപ്പിന് പോയി. എവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു? ഫാറൂഖ് കോളേജ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ ഹാപ്പി. ആദ്യമൊന്നും അവർക്ക് ഒരുപാട് ട്രെയിനീസ് വരുന്നത് കൊണ്ട് ആദ്യമൊക്കെ അവര് കളിച്ചു. പിന്നെ കുറെ ടൈം എടുത്തു ഞാനൊന്ന് സെറ്റിലായി വരാനേ. കാരണം ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്ത ആ ഒരു സിറ്റുവേഷന്, കാരണം ഒരുപാട് ട്രെയിനീസ് മാത്രമായി അങ്ങനെ ആയി ഇരിക്കുകയായിരുന്നു. ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തെ. ഞാനിങ്ങോട്ട് വരാനായപ്പോഴത്തേക്കും അവര് സെറ്റായി, ഞാൻ പറയുന്നത് കേൾക്കും, അവര് എന്റെ കൂടെ ആയി. പിന്നെ
ഞാൻ മതിയെന്നായി പിന്നെ അങ്ങനെ അത് മാറി സെറ്റ് ആയി. പറ്റിയോ? ആ ക്ലാസ് ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലേക്കാ എത്തിയത്. ഞാന് നമ്പേഴ്സ് ഒക്കെ ആണ്, ബാക്കിയൊക്കെ റിവിഷൻ ആയിരുന്നു. ഓക്കെ. പിന്നെ കുറച്ച് GK അങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റി. ബാക്കിയൊക്കെ അവര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിച്ചോ? ആക്ടിവിറ്റി ചെയ്യിച്ചു. പിന്നെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഞാൻ പോയ ടൈമിലായിരുന്നു അവിടെ ആനുവൽ ഡേ ഒക്കെ നടന്നത്. ഓക്കെ. ഇനി നിങ്ങള് ബാക്കിയുള്ള കുട്ടികൾ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്കൂളിന്റെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് കാണിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഒന്നും എടുക്കണം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലൊന്നും തന്നെ. മിസ്സേ ഞാൻ പോയിരുന്നു. ആണോ? ഞാൻ ഇതുപോലെ ലാസ്റ്റ് ദിവസം കുട്ടികളെയും ടീച്ചറൊക്കെ നിർത്തിയാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ അതൊക്കെ മിസ് നമ്മൾ ചോദിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ അതൊന്നും പറയാതിരുന്നത്. ആണോ? ഓക്കെ ഓക്കെ. ഫോട്ടോ എന്തിനാ മിസ് ഇടണ്ടേ? സ്കൂളായിട്ട് അതായത് ഒന്നില്ലെങ്കിൽ സ്കൂളിന്റെ ബോർഡ് കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഒക്കെ ഒന്ന് അയക്കുന്നത് നല്ലതായിരിക്കും. ഫോട്ടോ എടുത്തിട്ടുണ്ട്. എവിടേക്കാ അയക്കണ്ടേ? നിങ്ങൾ എവിടെ അയക്കാറ് എന്തെങ്കിലുമൊക്കെ? നിങ്ങളുടെ ഇപ്പൊ ഞാൻ ക്ലാസ് അന്ന് ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്തിരുന്നു. സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ഞങ്ങൾ കണ്ടില്ലല്ലോ. ടീച്ചേഴ്സിനെ കാണണമെങ്കിൽ അതല്ല, ഞങ്ങള് കുട്ടികളും മാത്രമുള്ള ഗ്രൂപ്പാണത്. ഓക്കെ. ഞാനിങ്ങനെ കാണും. നിങ്ങൾക്ക് നമ്പർ കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. പറ്റോ? ജീഷ മിസ്സിന്റെ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആണോ? അതിന് ടീച്ചേഴ്സ് ഉള്ള ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി അല്ലേ? അതെ. ജീഷ മിസ്സിന്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ മിസ്സിന് കൊടുത്താൽ മിസ്സേ ഞാൻ 15 ദിവസത്തെ ഇന്റേൺഷിപ്പിനാണ് പോയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടായിരുന്നു. വരുന്ന അന്ന് കുട്ടികൾ ടീച്ചർ പോണ്ട, ടീച്ചർ പാവല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫുള്ള് മാർക്കൊക്കെ കിട്ടി. ടീച്ചർമാർക്ക് നല്ല ഇഷ്ടമായിട്ടാണ് തോന്നുന്നു. ടീച്ചിങ് മാനുവലൊക്കെ വെച്ചിട്ടായിരുന്നോ ക്ലാസ് എടുത്തത്? അത് ലാസ്റ്റ് അത് ആദ്യമൊക്കെ എന്നും കൊടുക്കുമായിരുന്നു. ആദ്യം അത് കാണിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ കയറല്. പിന്നെ അവിടെ എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ ആയപ്പോ പിന്നെ ലാസ്റ്റ് കാണിച്ചാൽ മതിയായിരുന്നു ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലേക്കാ പോയത്. അവിടെ ഗവൺമെന്റ് അംഗീകൃത KG ആണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവുമല്ലോ അല്ലേ? അടിപൊളി സ്കൂളാ, ഒരു പാർക്ക് പോലെയാണ്. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസം 15 ആയിക്കോട്ടെ 1 മാസം ആയിക്കോട്ടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടില്ല നിങ്ങൾക്ക്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ആ കുട്ടികളെ ഇപ്പോഴും കാണാൻ ഇങ്ങനെ തോന്നും. ഒന്ന് പോയി കണ്ടാലോ തോന്നും. പോവാൻ നേരത്ത് പോണ്ടാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് കുറെ പേരെങ്കിലും? പോണ്ടാന്ന് കൊറേ പറഞ്ഞീണ്. അവർക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ബാക്കി ഭാഗമാണ് ആ തന്നത്. ഒരു ദിവസേ ഒരു പാരന്റ്സിനെ ഞാൻ കണ്ടിട്ട്, ഒരു കുട്ടീന്റെ ഒരു പാരന്റിനെ ഞാൻ കണ്ടപ്പോ ആ ഉമ്മ പറയാണ്, എന്താണ്, നിങ്ങൾ എന്നും ഇവിടെ നിന്നോളി, നിങ്ങളെ നല്ല ഇഷ്ടാണ് എന്റെ കുട്ടിക്ക്, നിങ്ങള് വന്നതിന് ശേഷം നല്ല എന്താണ് സ്കൂൾക്കൊക്കെ പോവാൻ നല്ല ഇഷ്ടാണ്, പുതിയൊരു ടീച്ചർ വന്നിക്കണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്നും ഇവിടെ നിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അതിനറിയില്ല തോന്നണേ. ട്രെയിനിങ് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുട്ടികൾക്ക്. അവര് എപ്പോഴും കാണുന്ന ടീച്ചറെ പോലെ ആയിരിക്കില്ലല്ലോ. നമ്മൾ അധികം അങ്ങ് സ്ട്രിക്റ്റ് ആവുമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അറിയാം. പിന്നെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറയുന്നത്. ഫോട്ടോസ് ഒക്കെ എടുത്തോ കുട്ടികളായിട്ട്? ഞങ്ങൾ എന്നും എടുക്കുമായിരുന്നു ഫോട്ടോ ഒക്കെ, സെൽഫി ആയിട്ടൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെ എല്ലാരും കൂടി ക്ലാസ് ഫോട്ടോ ആയിട്ടും അങ്ങനെ എടുത്ത് 2 ക്ലാസ്സും എടുക്കലുണ്ട്. LKG എടുക്കലുണ്ട്, UKG എടുക്കലുണ്ട്. ക്ലാസ് ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് അങ്ങനെ എടുക്കലാണ്, മാറി മാറി എടുക്കും. സാരി എടുത്താണോ പോയത്? അല്ല, ഞാൻ ഇവിടെ അബായി നിക്കാബൊക്കെ ഉപയോഗിക്കുന്ന ആളാ. ഞാന് അങ്ങനെ പോവും. പക്ഷെ അവിടുന്ന് അതൊക്കെ ഊരും, മുഖംമൂടിയൊക്കെ ഊരും. അങ്ങനെ ഫർദ ഇട്ടിട്ടാ പോയിരുന്നത്. ഷാദിബ എങ്ങനെയായിരുന്നു പോയത്? ഞാൻ ചുരിദാറാണ് ലാസ്റ്റില് സാരി എടുത്തത്. നല്ല ഇടിയുള്ളൂ പറഞ്ഞിട്ടുണ്ടായല്ലോ സാരി എടുത്ത് പോണോട്ടാ.
ലാസ്റ്റിൽ എടുത്തു. ഇനി അവരെന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് എക്സാം ഡ്യൂട്ടിക്കൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ പോകാനുള്ള ടീച്ചർ പ്രാക്ടീസിന്? ഞാൻ പോയിട്ടില്ല. ബാക്കിയുള്ള ആരും പോയിട്ടില്ല പോയിട്ടില്ല. മിസ്സേ. ചിന്നു പോയിട്ടുണ്ടോ? ചിന്നു ഇല്ല മിസ്സേ, ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ ദുബായിലാണേ. അപ്പൊ എനിക്ക് സ്കൂളൊക്കെ കണ്ടുപിടിക്കാൻ പാടാ. ആണോ? എങ്കിലേ അന്വേഷിച്ച് നോക്കൂ കേട്ടോ. ഉണ്ടോ? ആ അന്വേഷിച്ച് നോക്കാം. ഇവിടെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെ ഇന്റേൺഷിപ്പ് ആയിട്ടൊന്നും കിട്ടത്തില്ലാടോന്ന് പറഞ്ഞു. നോക്ക്, സംസാരിച്ചു നോക്ക്, എവിടെയെങ്കിലും ഉണ്ടോ? ഉവ്വ്, ആം ആം. നാട്ടിൽ തന്നെ വരുന്നേ? എന്തോ? ചില എപ്പോഴാ നാട്ടിൽ വരുന്നേ? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, അറിയത്തില്ല. അപ്പൊ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നില്ലേ ഇന്റേൺഷിപ്പ്? എന്തോ? ടീച്ചിങ് പ്രാക്ടീസ് എവിടെയെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അല്ല, ഞാനിങ്ങനെ ജസ്റ്റ് ജിഷ മിസ്സിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞു ഇത് പകുതി പോർഷൻ ഒക്കെ ആയിട്ട് പോവാ നമുക്ക് നല്ലതെന്ന് പറഞ്ഞേ. പിന്നെ എന്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇവിടെ വന്നു കഴിയുമ്പോ എങ്ങനെയെങ്കിലും കാണിച്ച് എന്തെങ്കിലും കിട്ടും. സൈക്കോളജി കംപ്ലീറ്റ് കഴിഞ്ഞതായിരുന്നു, പോവായിരുന്നു. ചൈൽഡ് സൈക്കോളജി ആൾക്കാരല്ലേ നിങ്ങള്? കൊച്ചിന് സ്കൂള് കണ്ടുപിടിക്കുന്ന കൂട്ടത്തില് ഇവിടെ സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പാടാ എന്റെ മിസ്സേ. അതിന്റെ പുറകെ നടന്ന് ഞാൻ മടുക്കുവാ. ഞാനും ഹസ്ബൻഡും മടുത്തു. ഒരാഴ്ച കൊണ്ട് സില്ലിടുവാ. അന്യായ ഫീസാ. ചിലപ്പോ ദിവ്യക്കൊക്കെ അറിയായിരിക്കും. ദിവ്യ മസ്കറ്റിലല്ലേ. അപ്പൊ എന്റെ പൊന്നെ അറിയത്തില്ല. ഇനിയിപ്പോ കൊച്ചിന്റെ സ്കൂളിൽ വല്ലതും കിട്ടിക്കഴിയുമ്പോ അവരോട് വല്ലതും ചോദിച്ച് വല്ലതും മേടിക്കാന്ന് ഓർത്ത് ഇരിക്കുവാ. നാട്ടിൽ ഒരു വർഷം അടയ്ക്കേണ്ട ഫീസ് നമ്മുടെ 2 മാസം കൊണ്ട് അടക്കണം. സത്യം തല കറങ്ങി പോവാ ഫീസ് കേട്ടിട്ട്. 16,000 ദിർഹംസ് ഒക്കെ ഒരു വർഷത്തേക്ക്. 16,000 ദിർഹംസ്. നിങ്ങൾ എന്താ നാട്ടിൽ നിൽക്കാന്? നാട്ടില് നിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 വർഷമായി. മോക്ക് ഇപ്പൊ 4 വയസ്സുണ്ട്. അവളെ ഹസ്ബൻഡിനോട് അത്ര അറ്റാച്ച്ഡ് അല്ല. ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങള് തമ്മിലൊരു ഗ്യാപ്പ് വരുവാ. നമ്മള് ഫോണിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു, അത് മാത്രം. നമ്മൾ അതിനു വേണ്ട ഇല്ലല്ലോ. ഫോണിൽ കൂടെ ഉള്ള സംസാരം നമുക്ക് എത്രയൊക്കെ അടയും ചക്കരയാന്ന് പറഞ്ഞാലും അങ്ങോട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അങ്ങോട്ട് ആവത്തില്ല. എപ്പൊ നോക്കിയാലും എന്നാ പറയണ്ടേ, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വഴക്കായിരിക്കും. അതാണ് രണ്ടും കൽപ്പിച്ച് പോകുന്നതാ. ഇവിടെ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് എന്റെ മിസ്സേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കൊതിയുള്ള കാരണം ഇങ്ങോട്ട് പോകുന്നതാ. സന്തോഷം. ശരി, അപ്പൊ ഇനി പോവാൻ പറ്റുന്നവരൊക്കെ ടീച്ചർ പ്രാക്ടീസിന് പോവാ. നിങ്ങൾക്ക് പോവാം. നിങ്ങൾ പകുതി മുക്കാലും ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു. ധൈര്യമായിട്ട് പറ്റിയോളൂ കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അടുത്ത അക്കാഡമിക് ഇയറിലല്ലേ പോവാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാം ഒക്കെ ആയി, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ഇപ്പൊ ജൂണില് എനിക്ക് തോന്നാം ജൂണിൽ പോകുന്നതായിരിക്കും നല്ലത്. ജൂൺ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും കേറാം. ഞാൻ ജൂണില് വെക്കേഷന് നാട്ടില് പോവാണ്. അപ്പൊ ചെയ്യാന്ന് വെച്ചിട്ടാ. അപ്പൊ ചെയ്യൂ. 10 ദിവസം കിട്ടിയാലും കുഴപ്പമില്ല, 15 ദിവസമായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ പോയിരിക്കണം. അത് ഇപ്പൊ നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമാണത്. പ്രാക്ടീസ് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് അത് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് അല്ലെങ്കിൽ യാതൊരു പ്രാക്ടീസ് ഇല്ലാതെ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മള് യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് പാർട്ട് 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാർട്ട് 4 മൊഡ്യൂൾ 1 പാർട്ട് 4 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. കുറെ പേര് പുതിയ ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട്. കേറാത്തവരൊക്കെ എവിടെയായിരുന്നു എല്ലാവരും? മിസ്സേ, എനിക്ക് വർക്ക് കുറച്ച് തിരക്കായിരുന്നു. അത് കാരണം 1.5 മാസം കേറിയില്ല. റെക്കോർഡ് ക്ലാസ് കാണായിരുന്നു. പിന്നെ ഇന്നത്തെ കയറിയുള്ളൂ. Yes, next unit 3 institutional planning. Institutional planning. What is planning? ആസൂത്രണം. Asutranam. What is Asutranam? മുൻകൂട്ടി തീരുമാനിക്കണം. നാളത്തേക്കുള്ള കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ച് വെക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റും.
അങ്ങനെയാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷനോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. അത് മുൻകൂട്ടി തീരുമാനിക്കണ്ടേ? അത് ആ വിദ്യാഭ്യാസത്തെ കുറിച്ച്, വിദ്യാഭ്യാസത്തിന്റെയാണോ ഉദ്ദേശിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ എന്താ? ഓക്കെ. അപ്പൊ സ്ഥാപനത്തില് എങ്ങനെയൊക്കെയാണ് ഇനി ഭാവിയിൽ എങ്ങനെ ഉണ്ടാകണം ആ സ്കൂളിലത്തെ പഠന രീതി, കാര്യങ്ങള്, അതേപോലെ സ്കൂളിലത്തെ ക്ലാസ് മുറികൾ എങ്ങനെയായിരിക്കണം, പിന്നെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ്. യെസ്. Okay. Yes. Meaning and institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. That underline cheythen. Institutional planning is a systematic way to the plan and program for the development of an institution. അവിടെ എന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്താണെന്നാണ് പറയുന്നത്? ഒരു സിസ്റ്റമാറ്റിക് വേയില്, അതായത് ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോഗ്രാംസുകൾ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അഥവാ എന്താ സ്കൂൾ ആസൂത്രണം എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും? വളരെ സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും അത് തയ്യാറാക്കപ്പെടുന്നത്, അല്ലെ? വളരെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും അതിന്. ഓക്കെ. അല്ലാതെ നമ്മളെ വെറുതെ കുറച്ച് പോയിന്റ്സുകൾ കണക്ട് ചെയ്തല്ല എഴുതുന്നത്. വളരെയധികം എന്താണ് ഒരു പ്രൊസീജിയറലായിട്ടല്ലേ ഡയറക്ഷൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ പ്ലാൻസുകൾ തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ. Institutional planning is a systematic way to plan and program for the development of an institution. Okay. It is based on the principles of the maximum application of resources of the school and the community which exist. അപ്പൊ ആ പ്ലാൻ എങ്ങനെയായിരിക്കും തയ്യാറാക്കപ്പെടുന്നത്? Based on the principle of maximum application of the resources of the school, the community. അതായത് ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാ റിസോഴ്സസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും, എല്ലാ വിഭവങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് തയ്യാറാക്കപ്പെടുന്നത്. എല്ലാ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന എല്ലാ വിഭവങ്ങളും, അല്ലെ, എല്ലാ റിസോഴ്സസ്, എല്ലാ മെറ്റീരിയൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു പ്ലാനിങ് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ. Improvement in the outcome of students, teaching learning methods, co-curricular activities and professional development of teachers are the main objectives of institutional planning. അവിടെ എന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് ആ പ്ലാൻ ചെയ്യപ്പെടുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, അല്ലെ? സ്റ്റുഡൻസിന്റെ ഔട്ട്കംസ്, അത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. പിന്നെന്താണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്. Then third objective, co-curricular activities. Third objective എന്താണ്? Co-curricular activities and professional development of teachers. Then fourth എന്താണ്? Professional development of teachers. അപ്പൊ ഈ 4 ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് നടക്കുന്നത്? ആദ്യത്തെ എന്താണ് പറഞ്ഞത്? ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്. എന്താണ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ? ഔട്ട്കം റിസൾട്ട്. അപ്പോ റിസൾട്ട് ഇപ്പോ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ റിസൾട്ട്. യെസ്, റിസൾട്ട്സ് ആണ്, അല്ലെ? നല്ലൊരു റിസൾട്ട്സ് ആണ് ഔട്ട്കംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്? എന്താണ്? ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്.
ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്. ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, ഏതൊക്കെ ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം അവിടെ പഠനങ്ങൾ നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കണം, ഏതൊക്കെ ക്ലാസ്സിൽ ഏത് രീതിയിലുള്ള ലേണിംഗ് ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നു? ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തേർഡ് ഒബ്ജക്റ്റീവ് എന്താണ്? co-curricular activities and co-curricular activities അല്ലെ, പാഠ്യപദ്ധതികളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത് അടുത്ത പ്ലാനിങ്ങില് ഉപയോഗിക്കുന്നത് അല്ലെ. അടുത്ത പ്ലാനിങ് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? co-curricular ആക്ടിവിറ്റീസുമായി അല്ലെ, പാഠ്യപദ്ധതികളിലെ എന്തെല്ലാം തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടുത്തണം എന്നതുമായിട്ടും എന്താണ് പ്ലാൻ ചെയ്യപ്പെടുന്നത്. ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്, എന്താണ് ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ളൊരു എന്താണ് പ്ലാനിങ് കൃത്യമായിട്ട് എന്തിലുണ്ടായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ 4 ഒബ്ജക്റ്റീവ്സിന്റെ ബേസിസിലായിരിക്കും എന്ത് ആ പ്ലാനിങ് അവിടെ, അതിന്റെ പ്ലാനിങ് പ്രൊസീജിയേഴ്സ് എല്ലാം അവിടെ തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ മറന്നു പോയത് പഠിച്ചു വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, ഒബ്ജക്റ്റീവ് ഏതാണെന്നുള്ളതിൽ ഐഡന്റിഫൈ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിക്കാം. പല രീതിയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞ ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പഠിക്കാൻ കിട്ടുമോ? കഴിഞ്ഞ പേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല, ഇത് 4 കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് തരാന്നാ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുന്നേ? അല്ല മാം, നമ്മുടെ എക്സാം വരില്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ കാര്യം നമ്മൾ നോക്കാം. എന്നിട്ട് നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അതെ, അത് നമ്മൾ സംസാരിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരാം. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണല്ലോ? 4 എണ്ണം ക്ലിയർ ആണോ മിസ്സേ? Clear ആണ്. Yes. A school system is surrounded with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Okay, a school system is surrounded with many activities. എന്താണ് surround എന്ന് പറയുന്നത്? സ്കൂൾ അന്തരീക്ഷം അല്ലെങ്കിൽ സ്കൂൾ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും തയ്യാറാക്കപ്പെടേണ്ടത്? എങ്ങനെയായിരിക്കണം? വളരെ ശാന്തമായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താണ് പൂർണ്ണമായ രീതിയിൽ. സിറൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശാന്തമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ കാം ആൻഡ് കോൾഡ് ആയിട്ടായിരിക്കണം അത് തയ്യാറാക്കുന്നത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. ഇതിനിടയ്ക്ക് എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? വളരെ ഇൻഡെപ്ത് ആയിട്ട് നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. എന്ത് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പുറകെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കൂൾ അന്തരീക്ഷം എന്ന് തന്നെ പറയുമ്പോൾ തന്നെ എന്താണ്, വളരെ എങ്ങനെയായിരിക്കും? വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും അല്ലെ. ഒരു എന്താ പറയാ, ഒരു ചിട്ടയുള്ള ഒരു സമൂഹമാണ് അത് ശരിക്കും പറയുന്നത്. ഒരു ചുറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും. കാരണം എന്താണ്, അവിടെ പഠന പ്രക്രിയയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലെ. ആക്ടിവിറ്റീസ് സമയത്തിന് അതിൻ്റെതായ സമയങ്ങൾ കൊടുക്കുന്നു. ഫുൾ ടൈം എങ്ങനെയായിരിക്കും? ഏകദേശം രാവിലെ മുതൽ എത്ര മണി വരെയാണോ ക്ലാസ്, അവിടെ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത് എന്താണ്? അവിടെ പഠനങ്ങളാണ് അല്ലെ. പഠന പ്രക്രിയകളാണ് കൂടുതലുമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ എന്താണ്, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എന്താണ് വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഒരു സ്കൂളിൽ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെയധികം പ്ലാൻഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രോഗ്രാം പെട്ടെന്നൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അത് ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം, ഏത് രീതിയിൽ നടത്തപ്പെടണം, എങ്ങനെ അത് അവസാനിപ്പിക്കണം എന്നതിനെ പറ്റി ഒരു ഫോർമുല, ഈ സിനാരിയോ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും സ്കൂളിലെ എല്ലാ കാര്യത്തിനും എന്തായിരിക്കും? പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യവും നടക്കാറില്ല.
കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെയാണ് സ്കൂളിൽ എന്ത് നടക്കുന്നത്, എന്ത് പ്രോഗ്രാമാണ് ഇരിക്കുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. പ്ലാനിങ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ ഹെഡ്. അപ്പൊ ആസൂത്രണം എന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്? സ്കൂൾ ഹെഡിന്റെ. ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രിൻസിപ്പൾ അല്ലെ? ഹെഡ് മാസ്റ്ററിനെയാണ് നമ്മള് ഹെഡ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സ്കൂൾ ഹെഡ് എന്ന് പറയുന്നത് പ്രധാന അധ്യാപകൻ എന്ന് നമ്മൾ പറയും അല്ലെ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അനുസരിച്ച് ചർച്ചകൾ ഉണ്ടാകാം, പക്ഷെ എൻഡ് ഓഫ് ദ തീരുമാനം ആരുടെ ആയിരിക്കും? ഹെഡിന്റെ ആയിരിക്കും അല്ലെ? പ്രധാന അധ്യാപകനും മറ്റു ടീച്ചേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തി, പക്ഷെ തീരുമാനം എടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കുള്ളത്? ആ റൈറ്റ് ഉള്ളത് ആർക്കായിരിക്കും? ഹെഡ്, സ്കൂൾ ഹെഡിനായിരിക്കും എന്ന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. പ്ലാനിംഗ് എംഫസൈസസ് റീസണിംഗ് ഇൻ അഡ്വാൻസ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കൂൾ. അപ്പൊ ഒരു പ്ലാനിങ് കൊണ്ട് സ്കൂളിൽ എന്താണ് ഉണ്ടാകുന്നത്? പ്ലാനിങ് മൂലം എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? പ്ലാനിങ് എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? റീസണിങ് അഡ്വാൻസ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കൂൾ. അല്ലെ, സ്കൂളിന്റെ വികസനത്തിന് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യുന്നത് അല്ലെ? ഒരു പ്ലാൻ ഇല്ലെങ്കിൽ എന്താണ്? ആ സ്കൂളിന് യാതൊരു വിധത്തിലുള്ള വികസനവും ഉണ്ടാവില്ല, ഡെവലപ്മെന്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ്? സ്കൂളിലെ പ്രവർത്തനങ്ങൾ, ഒരു അക്കാദമിക്കുള്ള പ്രവർത്തനങ്ങളും നമ്മൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടും ആ സ്കൂളിന് നല്ലൊരു കരിയർ അല്ലെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനൊക്കെ സാധ്യമാവുന്നത് എന്തുമൂലമാണ്? പ്ലാനിങ് മൂലമാണ് അല്ലെ? അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡെവലപ്മെന്റിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ്. ഓക്കെ, സ്കൂളിന്റെ വികസനത്തിന് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു അക്കാദമിക് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് അല്ലെ? അതായത് ഇപ്പൊ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ജൂൺ മാസം മുതൽ ഏത് മാസം വരെയാണ്? മാർച്ച്. ഒരു അക്കാദമിക് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ? ആ ഒരു മന്ത് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് മന്ത് വരെ എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ ചെയ്യണം, ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി ആരെയൊക്കെ ഏൽപ്പിക്കണം, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ ആ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ സ്കൂളില് മിക്ക സ്കൂളുകൾ ആ ഡയറക്ഷൻസ് അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ പറയുന്നത് പോലെ എന്താണ്? കമ്മിറ്റിക്ക് പരിപാടിയിൽ എന്താണ് ഭേദഗതി വരുത്താൻ ഇത് പറയില്ലേ? നമ്മളങ്ങനെ പറയില്ലേ? എന്തെങ്കിലും പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തപ്പെടുന്നത് ആരും മൂലമാണ്? ഹെഡ് മാസ്റ്റർ മുതൽ പ്രിൻസിപ്പൽ മൂലമായിരിക്കും അത് മാറ്റം വരുത്തുന്നത്. ഓക്കെ, യെസ്, പ്ലാനിങ് മീൻസ് ഗെറ്റിംഗ് തിങ്സ് ടു ഡൺ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? കാര്യങ്ങൾ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് അതും തീരുമാനിച്ച ശേഷം അത് ഡൺ ചെയ്യാതെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുക എന്നതാണ് എന്ത്? ഒരു ആസൂത്രണം എന്ന രീതിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെ? പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെല്ലാ കാര്യം ടൂർ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? പോവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആ കാര്യനിർവഹണത്തെ കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ആസൂത്രണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു സക്സസ്ഫുൾ പ്ലാനിങ്ങിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കുറച്ച് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ആസൂത്രണ പദ്ധതിയുമായി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? എ സക്സസ്ഫുൾ പ്ലാനിങ് സ്പെസിഫൈസ് വാട്ട് വർക്ക് ഈസ് ടു ബി ഡൺ. നോക്കാം, what work is to be done, comma, why, when, how, and where it will be done and who will be liable. ഒരു പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? വാട്ട് വർക്ക് ഈസ് ടു ബി ഡൺ. എന്താ പറയുന്നത്? എന്ത് ചെയ്യണം എന്നാണ്. എന്ത് വർക്ക് ആണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, വെൻ എപ്പോൾ ചെയ്യണം, ഹൗ എന്താണ്?
എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? It will be done and who will be liable. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ആസൂത്രണം തയ്യാറാക്കപ്പെടുന്നത്. ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഒരു സ്കൂളിന്റെ പ്രോഗ്രാംസുകൾ നടത്തപ്പെടുന്നത്, തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു, അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വം അല്ലെ, അത് തന്നെയാണ് എന്താ പറയാ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ പ്ലാനിങ്ങിന്റെ എൻഡ് വരെ അല്ലെ, ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുള്ളത് ഈ ഒരു സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിൽ പ്രധാനമായും വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു സക്സസ്ഫുൾ പ്ലാനിങ്ങിലെ ഒരു സ്പെസിഫിക് ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്ത് ചെയ്യണം, എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ ഒരു അക്കാദമിക് ഇയർ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ? ഹഫീസൊക്കെ ക്ലാസ്സിൽ കയറാറുണ്ടോ? കേറാറുണ്ട്. കാണാറില്ലല്ലോ. ക്ലാസ് അതാ ചേച്ചി. ക്ലാസ് ഉണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ്, ടീച്ചർ ട്രെയിനിങ്. ടീച്ചർ ട്രെയിനിങ് ആണോ? എന്താ പറയുന്നത് ഇയാള്? കേൾക്കുന്നില്ല. ഷിഹാബ് ഇന്ന് പേരെന്താണ്? ഷിഹാബ് എന്നിട്ടാണ് ആളുടെ പേരെന്താ? പേര് റസീന എന്നാ ഞാൻ ഇവിടെ പറഞ്ഞതായിരുന്നു മിസ്സേ. യെസ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഈ ഭാഗം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു അക്കാദമിക് ഇയറിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണോ? പ്ലാനിങ്ങിന്റെ ആവശ്യമാണോ? ഹഫീസ മിണ്ടാതിരിക്കോ? ഒരു അക്കാദമിക് ഇയറിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ആവശ്യമാണോ അല്ലയോ? ആവശ്യമാണ്. അല്ലേ? പറഞ്ഞോ. ഒഴിച്ചുകൂടാനാവാത്തൊരു ഫാക്ടർ തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. What are the factors influencing planning? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ സ്വാധീനിക്കുന്നത്? ഒരു ആസൂത്രണ പദ്ധതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇത് നോക്കാം. ഒരാളൊന്ന് വായിക്കൂ. ഫസ്റ്റ് ഫാക്ടർ ഒന്ന് വായിച്ചേ. ഞാൻ വിളിക്കാം, പേര് വിളിക്കാം. ഞാൻ പേര് വിളിച്ചോളാം. ഇണ്ടാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അനുപമ സജൻ. അനുപമ ഉണ്ടെന്നില്ല. ആർഷ വി പി. അഞ്ജുനെ വിളിച്ചില്ല കേട്ടോ. ഹർഷ ഹനീഷ്. ഹർഷ. ഹിതമോൾ. ഹിത വാങ്ങിച്ചേ. ഏതായിരുന്നു മിസ്സേ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പ്ലാനിങ്. എന്താണോ ഇങ്ങനെ ഒരു ശബ്ദം? നിങ്ങൾ പറഞ്ഞേ. Factors influencing planning. Work factor. Is it simple or complex? Time operation or repetitive? രണ്ട് staff factor. Skills of talents of the staff required. 3 cost factor.
usefulness to the students, teach or community. 4 time factor, urgency of the plan. 5 equipment factor, materials, machines and space. ഓക്കെ. ഹിതയുടെ ശബ്ദം ഇങ്ങനെ തന്നെയാണോ? ഇതാ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ, കളിയാക്കിയതൊന്നുമല്ല. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇത് പുറത്താണോ? ഇതാ അല്ല മിസ്സേ, ക്ലാസ്സിൽ തന്നെ. ഓക്കെ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇത് പറഞ്ഞത്? വർക്ക് ഫാക്ടർ. വർക്ക് ഫാക്ടർ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സിമ്പിൾ ഓർ കോംപ്ലക്സ്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ സിമ്പിൾ വർക്ക് ആണോ കോംപ്ലക്സ് വർക്ക് ആണോ എന്നത് തീരുമാനിക്കപ്പെടുന്നത് അല്ലെ. എളുപ്പമുള്ള ജോലികൾ ഉണ്ടാവാം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾ ഉൾപ്പെടാം. ഓക്കെ, കുഴപ്പമില്ല. ഇതിൽ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ചത് ഓരോരുത്തരുടെ കേട്ടോ. യെസ്. ദെൻ ടൈം ഓപ്പറേഷൻ ഓർ റിപ്പിറ്റേറ്റീവ്. ദെൻ ഓരോ വർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള പ്രത്യേക ടൈം ഉണ്ട്. ഒരു ടൈം ഓപ്പറേറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അത് അവർക്ക് ചെയ്യാനുള്ള പിന്നീടും ചെയ്യാനുള്ള ഒരു ടൈമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ത് വർക്ക് ആണെങ്കിലും. ഓക്കെ. അപ്പൊ വർക്ക് ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണെന്ന്, അത് സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ എങ്കിൽ, പിന്നെ ടൈം ഓപ്പറേഷൻ ഓർ അല്ലെങ്കിൽ ടൈം റിപ്പിറ്റേറ്റീവ്. അതിന്റെ ഏത് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൈം ഷെഡ്യൂളിങ്. ഓക്കെ. കൊടുക്കുന്ന ഒരു വർക്ക് എപ്പോഴും ചെയ്ത് തീർക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ. കൃത്യമായിട്ട് ഏത് സമയത്ത് ചെയ്തു തീർക്കുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന വർക്ക്, ആവർത്തിച്ച് ചെയ്യേണ്ട വർക്കുകൾ ഏതൊക്കെ ടൈം പീരീഡിൽ തീർക്കാൻ സാധിക്കും. ഓക്കെ. അതിനൊക്കെ എന്തായിരിക്കും? വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇന്ന മാസം ഇന്ന റിപ്പോർട്ട്സുകൾ ഇന്ന മാസം ഇന്ന ഡേറ്റിനുള്ളിൽ തന്നെ നമ്മളോട് റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ പറയും. അല്ലെങ്കിൽ കുട്ടികളുടെ ഇത്ര കാര്യം ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്സ് കാണിക്കാനായിട്ട് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്ക്സും എന്തിൽ പറയുന്നുണ്ട്? വർക്ക് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്താണ്? സ്റ്റാഫ് ഫാക്ടർ. സ്റ്റാഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? ടീച്ചേഴ്സ് അല്ലെ. സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. സ്റ്റാഫ് ഫാക്ടർ എന്താ കാര്യം പറയുന്നത്? സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. എന്താ അത് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞേ. ടീച്ചേഴ്സിന്റെ ടാലന്റ്, ടീച്ചേഴ്സിന്റെ കഴിവുകൾ അവിടെ ആവശ്യമാണ്. അത് കുട്ടികളുടെ അടുത്ത് അവര് എങ്ങനെ പെരുമാറുന്നു, അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലൻസ്, അവരുടെ കഴിവുകളെ അവിടെ പ്രവർത്തിപ്പിച്ച് കാണിക്കുന്ന രീതി. മിസ്സേ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ഈ ആനുവൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്നെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. യെസ്, വെരി ഗുഡ്. അത് തന്നെ കാര്യം അല്ലെ. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ അത് അറിയാൻ സാധിക്കും. ടാലന്റഡ് ആയിട്ടുള്ള ഏതൊക്കെ സ്കിൽസ് ഒക്കെയാണ് ടീച്ചേഴ്സിനുള്ളത്. ചിലർക്ക് പാട്ട് പാടാൻ അറിയാൻ പറ്റും, ചിലർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസ് ചെയ്യാവുന്നവർ അറിയുന്നതായിരിക്കും. അപ്പൊ ഒരു ടാലൻസ്, എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നുള്ളത് ആദ്യം തന്നെ എന്താണ് നമ്മൾ സ്റ്റാഫ് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെ ടീച്ചേഴ്സിന് ഏതൊക്കെ സ്കിൽസ് ചെയ്യാൻ അറിയാം. ഓക്കെ. അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ആ വർക്കുകൾ ആർക്ക് കൊടുക്കപ്പെടുന്നു? ഇത്തരത്തിൽ ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ആദ്യം തന്നെ കൊടുക്കുമ്പോൾ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഡാൻസ് നന്നായിട്ട് അറിയാവുന്ന ടീച്ചറിന് അതിന്റെ കോർഡിനേറ്റർ ആകും. പാട്ട് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ്, നാടകം, അഭിനയം, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ എന്ത് ചെയ്യും? അത് ആദ്യമേ തന്നെ ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ അത് തയ്യാറാക്കണം. ഇങ്ങനെ ടീച്ചേഴ്സിന് ഏതൊക്കെയാണ് അല്ല ഒരു പേരിന്റെ ലിസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ട വർക്കുകൾ എന്താണ് ആ ഒരു സമയത്ത് അത് വീതിച്ചു കൊടുക്കും. അപ്പൊ ഓൾറെഡി ആ ടീച്ചേഴ്സിനെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയുള്ള ഒരു ടീച്ചേഴ്സിനെ മാത്രമല്ല ബാക്കിയവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റു ടീച്ചേഴ്സിനെയും കൂടി എന്താണ് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. എങ്കിലും സ്കിൽഫുൾ ആയ ടീച്ചേഴ്സിനെ നമ്മൾ ആദ്യം തന്നെ എന്താണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. യെസ്. നെക്സ്റ്റ് തേർഡ് ഫാക്ടർ എന്താണ്? കോസ്റ്റ് ഫാക്ടർ. usefulness to the students, teacher or community. കോസ്റ്റ് ഫാക്ടർ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം
ചിലവുകളാണ് ഒരു ചെലവ് എന്തോരാണ് പാരന്റ്സിന്റെ കമ്മ്യൂണിറ്റിയും ടീച്ചേഴ്സുമായിട്ടുള്ള ചെലവ്. ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഒക്കെ വെച്ചിട്ട് അത് പിരിവൊക്കെ നടത്തിട്ട് പൈസ കളക്ട് ചെയ്യില്ലേ, അതാണോ ഉദ്ദേശിച്ചത്? സ്റ്റുഡൻസ് അല്ലെ, കുട്ടികൾക്കുമായിട്ട് ബന്ധവരുന്ന ചിലവുകൾ. പിന്നെ ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി, അവിടെ എന്താ പറയുന്നത്? ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് കോസ്റ്റ് ഫാക്ടർ ഉൾപ്പെടുന്നത്? ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താ പറയാം? ടീച്ചേഴ്സ് സ്റ്റുഡൻസിന്റെ പാരന്റ്സോട് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുതൽ. ഇവിടെ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കോസ്റ്റ് ടീച്ചേഴ്സിന് വേണ്ട കോസ്റ്റ് എന്നാണോ അവിടെ? അതായത് അവിടെ ശരിക്കും പറഞ്ഞ ഒരു ചെലവ് ഫാക്ടർ അല്ലെങ്കിൽ ചെലവ് ഘടകം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നത്, വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കോസ്റ്റുകൾ. അതുപോലെ തന്നെ എന്താണ്? ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അധ്യാപകരും സമൂഹവും ഉൾപ്പെടുന്ന കോസ്റ്റുകൾ. അപ്പൊ അതെങ്ങനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്? ഇപ്പൊ സ്റ്റുഡൻസ് ആണ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ ലാബ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അതായത് അവര് ഫണ്ടൊക്കെ ഏർപ്പെടുത്തിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയും. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സാലറി ആണോ ഉദ്ദേശിച്ചേ? എന്തോ? ടീച്ചേഴ്സിനൊക്കെയുള്ള സാലറിനെ കുറിച്ചിട്ടുള്ളതാണോ ഉദ്ദേശിച്ചത്? സാലറി അല്ല. കുട്ടികൾക്കും ടീച്ചേഴ്സിനും വരുന്ന ചെലവുകൾ എന്തായിരിക്കും? അവിടെ ഒരു ചെലവ് ഫാക്ടേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കും ടീച്ചേഴ്സിനുമായിട്ട് ഒരു കോസ്റ്റ് ഫാക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തും? ടീച്ചേഴ്സിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള എക്യുപ്മെന്റ്സ്, പിന്നെ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞാല് കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂലേ? എക്സാംസിന് ഓക്കെ, എക്സാം ഫീസ് വരുന്നുണ്ട് അവിടെ. പിന്നെന്താണ്? യൂണിഫോംസ്, അതൊക്കെ എന്താണ്? കോസ്റ്റ് ഫാക്ടേഴ്സിലൂടെ പോകുന്നതല്ലേ? ടെക്സ്റ്റ് ബുക്കുകള്, യൂണിഫോംസ്, പിന്നെ എന്തൊക്കെയാണ്? എക്സാം ഫീസ് അല്ലെ? എക്സാം ഫീസ്, സ്പെഷ്യൽ ഫീസ്, ടൂർ ഫീസ്, അങ്ങനെ പല ഞാൻ പോയ സ്കൂളിലെ ഒരുപാട് കുട്ടികൾക്ക് ബാഗ് ഒക്കെ കൊടുത്തിരുന്നു. അവിടുത്തെ സ്കൂൾ തന്നെ ബാഗ് ഒരുപോലെയുള്ള ബാഗ് തന്നെ അവിടെ കുട്ടികൾക്ക്. ഫസ്റ്റ് എത്രയോ അഡ്മിഷന്. പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോ അതിന് പ്രൈസ് ഒക്കെ കൊടുക്കില്ല ഗിഫ്റ്റ് ആയിട്ട്? അതല്ലേ വരും. സ്റ്റുഡൻസിന്റെ ഇതിലാണ് അതൊക്കെയാ വരുന്നത് അല്ലെ? ടീച്ചേഴ്സിന്റെ വരുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ കോസ്റ്റ് ഫാക്ടർ വരുന്നു? ടീച്ചേഴ്സ് യൂണിഫോം ഉണ്ടാവില്ലേ? ശരി, ടീച്ചേഴ്സിന് യൂണിഫോം ഡ്രസ് പോലെ ഉണ്ടാവില്ലേ? ടീച്ചേഴ്സിന് യൂണിഫോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ് എക്യുപ്മെന്റ്സുകള്, സ്റ്റാഫ് ഉണ്ട്. വെരി ഗുഡ്. ക്ലാസ് എക്യുപ്മെന്റ്സുകൾ അല്ലെ? ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ എന്താണ്? ഒരുപാട് കോസ്റ്റ്സ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ ക്ലാസ് എക്യുപ്മെന്റ്സ്, ടീച്ചേഴ്സ് യൂണിഫോംസ്, പിന്നെന്താണ്? ടീച്ചേഴ്സിന് ഫണ്ട്സ് കൊടുക്കേണ്ടി വരും അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിന് ഫണ്ട് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെയും കൂടെ അവരിട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാ ചെയ്യുന്നത്. നമ്മളൊന്നും ചോദിക്കില്ല. ടീച്ചർ പ്രാക്ടീസ് വരുമ്പോൾ കുട്ടികളൊന്നും ചോദിക്കാറില്ല. നമ്മുടെ ഫണ്ട് കൂടെ അവര് എല്ലാം കൂടെ ഒരുമിച്ച് ഒരാള് അത് എടുത്തിട്ടുണ്ടായിരിക്കും. അത് സ്കൂള് തന്നെ അവര് നമ്മളെല്ലാത്തിനും കൂടെ കൂട്ടും. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകും, സ്പെഷ്യൽ ഫുഡ് ഉണ്ടെങ്കിൽ അത് തരും, എല്ലാത്തിനും കൂടെ കിട്ടും. എല്ലാം കൊണ്ട് സുഖമായിരുന്നല്ലേ അപ്പൊ? 12 മണിയാവുമ്പോ ചായ.
ഞങ്ങള് BEd പഠിച്ച സമയത്ത് ഹിദായത്തുൽ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞൊരു മുസ്ലിം സ്കൂളായിരുന്നു. ഇത് നല്ല സ്കൂളാണെന്നുള്ളത്. ഭക്ഷണം വരെ രാവിലെ ചായ, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ടത്താണെങ്കിലും ചായ കിട്ടും. നല്ല സുഖമായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ സ്കൂൾ കോമ്പൗണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. ഭയങ്കര ഫീൽ ഫ്രീ ആയിരുന്നു ആ സ്കൂള്. 4 മാസമായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ്. നല്ല സുഖമായിട്ട് പഠിപ്പിക്കാൻ പറ്റി. നല്ല അനുഭവമാണ് അവിടെ. അവിടുന്ന് പോകുന്നിട്ട് പിന്നീട് അവിടെ പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നെ ഒരു കൊല്ലത്തിൽ കൂടുതൽ പിന്നെയും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഇനി വിളിക്കും. നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നെങ്കിൽ ടീച്ചേഴ്സ് വിളിക്കും കേട്ടോ. അപ്പൊ പോണം. ടീച്ചേഴ്സ് പറഞ്ഞിട്ട് പോരണന്ന് ഞങ്ങളെ സ്കൂൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, ഇടക്കൊക്കെ ഞങ്ങളെ കാണാൻ വരണം അങ്ങനൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിലെന്താണ് പ്രധാനമായിട്ട് സ്റ്റുഡൻസിന്റെ ഫീസ് കാര്യങ്ങള്, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഫണ്ട്സ് ഒക്കെയാണ് കോസ്റ്റ് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന ഫണ്ടുകൾ ഇന്ന ആവശ്യത്തിന് എന്ന രീതിയിൽ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ടൈം ഫാക്ടർ, അർജൻസി ഓഫ് ദ പ്ലാൻ. ടൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയത്തിനുള്ളിൽ തീർക്കണം. പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിന് കൃത്യ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇപ്പൊ ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ എന്താണോ ആക്ടിവിറ്റി തന്നിരിക്കുന്നത്, എന്ത് വർക്കാണോ തന്നിരിക്കുന്നത്, കൃത്യമായ ടൈമിനുള്ളത് പീരീഡിനുള്ളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. എക്യുപ്മെന്റ് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടേഴ്സ് വരുന്നത്? മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. എക്യുപ്മെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങൾ അല്ലെ, മെറ്റീരിയൽസുകള്, പിന്നെന്താണ് മെഷീൻസ്, അത് അതിനാവശ്യമായിട്ടുള്ള സ്പേസസ്, അതായത് സ്ഥാനങ്ങള്. ഓക്കെ, അപ്പൊ അതൊക്കെ എവിടെയൊക്കെ, ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ മെഷീൻസ്, ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ എവിടെയൊക്കെ സെറ്റ് ചെയ്യണം, അതിനായിട്ടുള്ള പ്രത്യേക ഇടങ്ങളൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ട് വേണം എന്താ എക്യുപ്മെന്റ്സുകൾ തിരഞ്ഞെടുക്കാനും അത് കൊണ്ടുവന്നതൊക്കെ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൃത്യമായിട്ട് അതൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്പേസ് തന്നെ സ്കൂളിലൊരു ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ലാബുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെന്താണ് അതർ ക്ലാസ് റൂംസുകൾ അല്ലെ, മറ്റേ എന്താ പറയാ സ്മാർട്ട് ക്ലാസ് റൂംസുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക മെറ്റീരിയൽസുകളും ഓക്കെ, അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രത്യേക റൂംസുകളും നേരത്തെ തന്നെ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിൽ തന്നെ എന്തായിരിക്കും അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. ഏതൊക്കെയാണ്? വർക്ക് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, ടൈം ഫാക്ടർ ആൻഡ് എക്യുപ്മെന്റ് ഫാക്ടേഴ്സ്. ഇതൊന്ന് ഫാക്ടേഴ്സിന്റെ പേരൊന്നും ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലുള്ളത് വേണമെന്നില്ല, ഹെഡിങ്സ് മാത്രം പഠിച്ചു വെക്കാം. വർക്ക് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ ആൻഡ് എക്യുപ്മെന്റ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. 28 ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? എന്താ പറ്റി? അപ്പൊ ഒരു കഥ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഒരിക്കൽ പിങ്കി മുയലും ചിപ്പുമാനും കുട്ടനാമയും കാട്ടിലൂടെ കളിച്ചു നടക്കുകയായിരുന്നു. പെട്ടെന്ന് കുട്ടനാമ കാല് തെറ്റി ഒരു കുഴിയിലേക്ക് വീണു. പുതും പേടിച്ചു പോയ കുട്ടനാമ ആകെ കരച്ചിലായി ബഹളമായി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അയ്യോ, കുട്ടനെ രക്ഷിക്കണമല്ലോ. എല്ലാവരും വിഷമിച്ചു പോയി. അപ്പോഴാണ് ബുദ്ധിമാനായ ചോട്ടുകുറുക്കൻ അതുവഴി നടന്നു വന്നത്. വാ, നമുക്ക് കുട്ടനെ രക്ഷിക്കാം, ചോട്ടു പറഞ്ഞു. കുഞ്ഞന്മാരായ നമ്മൾ എങ്ങനെയാണ് കുട്ടനെ രക്ഷിക്കുന്നത്? പിങ്കി വിഷമത്തോടെ ചോദിച്ചു. ചോട്ടുകുറുക്കൻ എല്ലാവരെയും അടുത്തുള്ള പുഴക്കരയിലേക്ക് കൊണ്ടുപോയി. നമുക്ക് പുഴയിൽ നിന്ന് ഒരു ചാലുണ്ടാക്കാം. അവരുണ്ടാക്കിയ ചാലിലൂടെ പുഴയിലെ വെള്ളം ഇങ്ങനെ ഒഴുകി കുഴിയിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. കുഴിയിൽ വെള്ളം നിറഞ്ഞതും കുട്ടനാമയും പൊങ്ങി അങ്ങ് വന്നു. കുട്ടനാമ മുകളിലെത്തിയ ഉടനെ ചോട്ടു ഒരു കല്ലെടുത്ത് ചാലങ്ങടച്ചു. കുഴിയുടെ മുകളിലെത്തിയ കുട്ടനാമ കരയിലേക്ക് ഒറ്റ ചാട്ടം. കുട്ടനാമയെ രക്ഷിച്ചേ, കുട്ടനാമയെ രക്ഷിച്ചേ. എല്ലാവരും ചോട്ടുകുറുക്കന് നന്ദി പറഞ്ഞു. താങ്ക് യു മിസ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അല്ല ടീച്ചർ, അല്ല, ഇവിടെ ഒരു കളിക്കുടുക്കില് ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. നമുക്ക് ആ പിക്ചർ മനസ്സിൽ വന്നു കേട്ടോ, കുട്ടനാമനെ മുയലിനേക്ക്. താങ്ക് യു, ദിശ.
താങ്ക് യു ടീച്ചർ, താങ്ക് യു. Thank you.